റോയ് സാറേ, നമ്മുടെ ബോയ്സ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അല്ല, മിനിസ്റ്റർ വരാൻ പറഞ്ഞ പ്രകാരമാണ് നമ്മൾ അവിടെ എത്തിയത്. രാത്രി നടക്കില്ല, CM കാണാൻ പോലെ. പിന്നെ അവിടെ പോയി എടുക്കലൊക്കെ ചടങ്ങാണ്. ഒന്ന് ഓർമ്മിച്ചാൽ മതി. താങ്ക് യു. ഇതെന്താ നാസയുടെ സാറ്റലൈറ്റ് പടാ? ഇതാ പെൺകുട്ടികളെ റെയ്ഡ് ചെയ്ത കേസല്ലേ? അതെ സർ. എല്ലാവർക്കും ഒരേ വിഷ്വൽസും ഒരേ സ്ക്രോളിങ്, ഒരു സൈഡ് സ്റ്റോറീസും കിട്ടിയിട്ടില്ല ഇതുവരെ. സർ, രാഹുലിനെ ഞാൻ വിളിച്ച് പറഞ്ഞിരുന്നു. ഈ കുറച്ച് കുഴപ്പക്കാരനാ, അത് അടുപ്പിക്കുന്നില്ല. ലാല, പ്ലീസ് ഇൻ ക്യാബിൻ. ബ്രദർ. ആ റൈഡിന്റെ വിഷ്വൽസ് ലാപ്പം തന്നെ. അന്ന അന്ന ഓൺലി അന്ന. അന്ന വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ്? വേറെ ഇല്ല, കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല. സാർ, ഞാൻ കുറെ വിളിച്ചായിരുന്നു. ഇവിടെ നല്ല തിരക്കിലാ. ഇറ്റ്സ് ഓക്കെ സാർ. സാർ, ഞാൻ എന്താ വിളിച്ചെന്നറിയോ? നമ്മുടെ റെയ്ഡിൽ പിടിച്ച പെൺകുട്ടികളില്ലേ, അവരുടെ പേര്, ഡീറ്റെയിൽസ്, അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ കളക്ട് ചെയ്യാനുള്ള മാർഗമുണ്ടോ? ചാനൽ ടെലികാസ്റ്റ് ചെയ്യുമ്പോഴാണോ? നോ സാർ, ടെലികാസ്റ്റ് ചെയ്യാനല്ല. ഇവിടെ ആകെ പുകഞ്ഞ് പണ്ടരടങ്ങിയിരിക്കുക. CA ആണെങ്കിൽ ആ കലിപ്പില്ല. 2 ദിവസം ഒരു പരിപാടി നടക്കില്ല. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ സാർ. വാ. അവിടെ ഉണ്ടോ സാർ? ഹലോ. ദസറ 2010 ജനുവരി 15 വരെയുള്ള വാർത്ത. കണ്ണൊന്നും പിടിക്കുന്നില്ല. ഉണ്ടാവും. ജനുവരി കാലിക്കറ്റ് സംസ്ഥാന സ്കൂൾ കലോത്സവം. വ്യക്തിഗത ചാമ്പ്യൻ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, മോണാക്ട്, കഥാപ്രസംഗം. എല്ലാത്തിലും A ഗ്രേഡ്. ശുചിക്കൊന്ന് മെയിൽ 2010 ഈ കലാതിലകവും കലാപ്രതിഭയൊക്കെ എടുത്തുകളാണ്. പിന്നെ വ്യക്തിഗത ചാമ്പ്യന്മാര് മാത്രമായി. അത് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ഉള്ളവർ മാത്രം. ഞാൻ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് ഈ സംസ്ഥാന കലോത്സവം. അതാണ് ഇത്ര ഓർമ്മ. കോളേജ് 2010 കാലിക്കറ്റ് സംസ്ഥാന ഉത്സവം, സ്കൂൾ കലോത്സവത്തിന്റെ അതിലെ അന്ന എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ ഡീറ്റെയിൽസ് ഞാൻ ഇതൊന്നും ഓർമ്മയില്ല. ഡയറക്ടർ രാമോഹൻ ബ്രോട്ട. അത് ഏത് പടത്തിന് വേണ്ടിയിട്ടായിരുന്നു? ഓക്കെ, താങ്ക് യു. അന്ന കലോത്സവവേദിയിൽ നിന്ന് ചലച്ചിത്ര താരം അന്നം പോലീസ് റെയ്ഡിൽ അറസ്റ്റ്. സംവിധായകൻ രാമോഹന്റെ ചിത്രത്തിലൂടെയാണ് അന്ന ചലച്ചിത്ര ലോകത്തെത്തിയത്. ഇപ്പോ ഇതിലൊരു സൈഡ് സ്റ്റോറിയാണ്. യു ക്യാൻ ഗോ ലൈവ്. ഓക്കെ, താങ്ക് യു.
അല്ല സാർ ഇത് ഒന്നും കൂടി കൺഫേം ചെയ്യണ്ടേ? എന്ത് കൺഫേം ചെയ്യാം? അല്ല ആ കുട്ടി തന്നെയാണ് ഈ കുട്ടിന്ന്. സ്റ്റേഷനിൽ വെച്ച് താനെന്താ കേട്ടത് കുട്ടിയുടെ പേര്? അന്ന. അന്ന അന്ന ചെറിയത് ആ അന്ന തന്നെയോടോ എനിക്ക് ഉറപ്പാ. താൻ ധൈര്യമായിട്ട് വിട്ടോ. ഓക്കെ സാർ. ഓക്കെ. മുൻ കലാതിലകവും ചലച്ചിത്ര താരവുമായ അന്ന ചിറയത്ത് പെൺവാണിഭ കേസിൽ പിടിയിൽ. 2010 കോഴിക്കോട് വെച്ച് നടന്ന കേരള കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ എ ഗ്രേഡ് നേടി 1ാം സ്ഥാനത്തെത്തിയത് കുമാരി അന്ന ചിറയത്തായിരുന്നു. ഇതേ തുടർന്ന് പ്രശസ്ത സംവിധായകൻ റാമോഹൻ സംവിധാനം ചെയ്ത തെന്തുളികൾ എന്ന സിനിമയിൽ നായികയായി അരങ്ങേറ്റം കുറിച്ചു. ആദ്യ സിനിമയുടെ വിജയത്തിന് ശേഷം നിരവധി അവസരങ്ങൾ അന്നെ തേടിയെത്തിയെങ്കിലും താൻ ഇനി സിനിമയിലേക്കില്ല, പഠിച്ചൊരു ഡോക്ടർ ആവുകയാണ് തന്റെ ലക്ഷ്യമെന്നാണ് അന്ന് അന്നെ തീരുമാനിച്ചത്. സമൂഹത്തിനാകെ മാതൃക നൽകിയ ബുദ്ധിമതിയായ ഒരു പെൺകുട്ടിയാണ് ഇന്ന് ലഹരി മാഫിയുടെയും പെൺവാണിഭക്കാരുടെയും കയ്യിൽ അകപ്പെട്ടത് എന്നുള്ളത് നമ്മുടെ സമൂഹം വളരെയധികം പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഇല്ലില്ല, ജസ്റ്റ് ലാൻഡഡ്. ഇല്ല, എഫ് ബി നോക്കിയില്ല. എന്താ സംഭവം? ആണോ? നോക്കട്ടെ. ശരി. ഇവള് ഫിലിം ആക്ട്രസ് ആയിരുന്നോ ഈ കുട്ടി? നിഖിലേ, അല്ല എന്താ ഇത്? ഇല്ലല്ല, ഞാൻ എന്താ ഇപ്പൊ ലാൻഡ് ചെയ്തതേ ഉള്ളൂ. ശരി, നോക്കാം. ഈ കുട്ടി സിനിമ നടി എന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. പണ്ട് എപ്പോഴും ഏതൊരു സിനിമയിൽ ചെറിയ റോള് ചെയ്ത് വെച്ചിട്ട് സിനിമ നടിയാവോ? മതിയല്ലോ, അത്ര മതിയല്ലോ. ആഡിന് വേണ്ടി ആ കുട്ടിയുടെ ഫോട്ടോ വെച്ചപ്പോ നീ ഇത് തള്ളായിരുന്നു. അവള് വേറെ ലെവലാണ്, വേറെ എയിമായിരുന്നു. ഇതാണ് എയിം. ഭയങ്കര എയിം കേട്ടോ. മതിയാ, പ്ലീസ് സ്റ്റോപ്പ്. എവിടുന്ന് റൈറ്റ് എടുക്കണേ? ഓക്കെ, സ്റ്റോപ്പ്. ഓടിച്ചാടി അങ്ങോട്ട് എനിക്ക് രാവിലെ ഓഫീസിൽ പോകാനുള്ളത്. ഫ്ലാറ്റിന്റെ കീ കയ്യിലുണ്ടല്ലോ. ഫുഡ് ഓൺലൈൻ ഓർഡർ ചെയ്ത് എത്തിക്കോളും. വേറെ ഒന്നുമില്ലല്ലോ.